മൂക്കിൽ പഞ്ഞ് വെക്കുന്നത് വരെ പഠിക്കുക എന്നുള്ളത്. സാർ എപ്പോഴും ട്രെയിനിങ്ങിൽ പറയുന്ന വലിയൊരു കാര്യമാണല്ലോ ഡിസ്കംഫേർട്ട്. ഇവിടെയും പലപ്പോഴും അല്ലെ സാർ അവിടെ എത്തുമ്പോൾ സാർ ഡിസ്കംഫേർട്ടാണ്, സാർ അവിടെ നിന്ന് അപ്പുറത്തേക്ക് അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു മാറുന്നു. അപ്പൊ ലൈഫിൽ ഡിസ്കംഫേർട്ടിന് ലൈഫിൽ തരുന്ന ഒരു സ്ഥാനം എന്താണ്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ഓൾസോ. ഓക്കെ, ഡിസ്കംഫർട്ടാണ് ശരിക്കും നമ്മളെ ജീവിക്കാനായിട്ട് സത്യത്തിൽ ഒരു ഇൻസ്പിറേഷനാണത്. കാരണം നമ്മൾ ഓൾവേസ് സേ ദാറ്റ് ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ്. നമുക്ക് സന്തോഷമാവും, നമുക്ക് എന്താണോ ഉള്ളത്, ബട്ട് നെവർ ബി സാറ്റിസ്ഫൈഡ്. അപ്പം സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളർച്ചയില്ല. ഞാൻ പറയുന്നത് മൂക്കിൽ പഞ്ഞ് വെക്കുന്നത് വരെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ എവറി നൗ ആൻഡ് തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തീർച്ചയായിട്ടും വളർത്താനുമായിട്ട് സാധ്യമാകുന്നുള്ളൂ. സോ ഡിസ്കംഫേർട്ട് ആണ് നമ്മുടെ ലൈഫ്. തീർച്ചയായിട്ടും, അതെ. സക്സസ് ഈസ് ഔട്ട്സൈഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ഡിസ്കംഫോർട്ടിനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതനുസരിച്ചാണ്. പരാജയത്തെ അല്ലെങ്കിൽ ഡിസ്കംഫോർട്ടിനെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കംഫോർട്ടായാലും നമ്മൾ സന്തോഷത്തിലായാലും നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ പരാജയപ്പെടുകയാണ്. ഇപ്പം ഈ സമീപകാലങ്ങളിൽ കാണുന്ന ചില സൂയിസൈഡുകൾ നമുക്കത് മറച്ചു വെക്കാൻ പറ്റാത്ത ഒരു റിയാലിറ്റി അതിൻ്റെ പിന്നിലുണ്ട്. ഓൺലി വൺ റീസൺ, അസ്വസ്ഥതകളെ ആലിംഗനം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്.